ശാലിമ, ഇത്രയും മനുഷ്യത്വരഹിതമായ ഒരു സമീപനം കാട്ടിയ സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്കറിയാമല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യങ്ങളും തൊഴിലാളി സമരങ്ങളോടുള്ള അവരുടെ സമീപനവും ഒക്കെ നമ്മളൊക്കെ ധാരാളം ചർച്ച ചെയ്തതും നമുക്കറിയാവുന്നതുമാണ്. ഇത്രയും അതിക്രൂരമായ യാതൊരു മനസാക്ഷിയുമില്ലാത്ത ഒരു പ്രതികരണം ഇതുപോലെയുള്ള ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. എന്തൊരു വൈരനിര്യാതന ബുദ്ധിയോടുകൂടിയാണ് സർക്കാർ പെരുമാറുന്നത്. ഈ ആശാവർക്കർമാരുടെ 129 ദിവസത്തെ സമരം യഥാർത്ഥത്തിൽ കേരളത്തിലെ സമരങ്ങളുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം അത്ര വൈകാരികമായ ഒരു പ്രശ്നമാണ് ഇത് എന്നത് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ജനം പ്രതികരിച്ചിരിക്കുന്നു. ഇപ്പോൾ ശാലിമ പറഞ്ഞതുപോലെ മാധ്യമങ്ങളൊക്കെ ഇത് തമസ്കരിക്കാൻ ശ്രമിച്ചാൽ പോലും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അവരുടെ വേദനകൾ ഒരിക്കലും മാഞ്ഞു പോയിട്ടില്ല എന്നതാണ് പരമാർത്ഥം. ഒരു കഴിഞ്ഞ കുറെ നാളുകളായി അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്നൊന്നും പറയുന്നത് അവര് അസാധാരണമായുള്ള ഒരാവശ്യവും അവർ മുന്നോട്ട് വെച്ചിട്ടില്ല. ഇവിടെ സർവീസ് സംഘടനകളൊക്കെ അല്ലെങ്കിൽ തൊഴിലാളി യൂണിയൻ മറ്റ് സംഘടനകളൊക്കെ സമരം ചെയ്യുന്നത് അവരുടെ ബോണസ് വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ അവരുടെ ശമ്പളം പരിഷ്കരിക്കണം എന്നതിനേക്കാൾ അപ്പുറമായി ഇവിടെ അതിജീവനത്തിന് വേണ്ടിയുള്ള കൂലി തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ ഈ പാവപ്പെട്ട സ്ത്രീകൾ കഴിഞ്ഞ 4 മാസങ്ങളായി ഈ സെക്രട്ടേറിയറ്റിന്റെ തെരുവിൽ കിടന്ന് വെയിലും കാറ്റുപെടുന്ന് കഷ്ടപ്പെടുന്നത്. അവരെയൊക്കെ കണ്ടാൽ തന്നെ നമ്മുടെയൊക്കെ കണ്ണുകൾ നിറഞ്ഞു പോകും. കാരണം അത്ര വിഷമകരമായ സാഹചര്യങ്ങളിൽ നിന്ന് വന്നവരാണ് അവരൊക്കെ. പിഞ്ചു കുട്ടികളെ പോലും ഭവനങ്ങളിൽ ഉപേക്ഷിച്ച്, ഇപ്പൊ അറിയാമല്ലോ സ്കൂളുകൾ തുറന്നിരിക്കുന്ന സമയമാണ്, അവരുടെ കൊച്ചു മക്കളെയും മറ്റുമൊക്കെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് വന്ന ഈ തെരുവിൽ കിടക്കേണ്ട ഒരു ദുർഗതി ഉണ്ടാക്കിയതിന് കാലം ഒരിക്കലും ഈ പിണറായി സർക്കാരിന് മാപ്പ് കൊടുക്കുകയില്ല എന്ന് ശാലിമെ പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? എന്തൊരു പ്രതികാരമാണ് അവർ വീട്ടുന്നത്? ഇത് നേരത്തെയും ഇത് സംഭവിച്ചതാണ്. അവരൊരു പ്രകടനം നടത്തുമ്പോൾ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു സമരം പ്രഖ്യാപിക്കുമ്പോൾ അതിനെ പരാജയപ്പെടുത്തുന്നതിനായി ബോധപൂർവമായിട്ടുള്ള വളരെ തരംതാണ നടപടികൾ സ്വീകരിക്കും. ഇന്ന് അവർക്ക് പരിശീലന ക്ലാസ് വെച്ചിരിക്കുന്നത് തന്നെ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു ദുഷ്ചെയ്തിയല്ലേ ഇവരുടെ സമരത്തെ പൊളിക്കാൻ വേണ്ടി. കാരണം അതിനകത്തൊരു മറ്റൊരു വശം കാണണം. ഈ സമരം സർക്കാരിനുണ്ടാക്കിയ അസ്വസ്ഥതയുടെ പ്രതിഫലനമായിട്ട് കൂടെ ഈ പറയുന്ന ഇത്തരം തരംതാണ നടപടികളെ കൂടെ കാണേണ്ടതായിട്ടുണ്ട്. ശാലിമ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ അസ്വസ്ഥരാണ് സർക്കാർ, വളരെ അസ്വസ്ഥരാണ് ഈ കാര്യത്തിൽ. അവരത് ഭാവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മുടന്തൻ പരിപാടികളുമായി മുന്നോട്ട് വന്നത്. ആശാ വർക്കർമാർ 2 ദിവസം മുമ്പ് നിലമ്പൂരിൽ ഉണ്ടാക്കിയ ചലനം, അവർ വീടാന്തരം കയറി. അവർ വലിയ മഹാമലയൊന്നും മറിച്ചില്ല. അവരാരും ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ല അവർ പോയത്. അവരവരുടെ വേദനകൾ പങ്കുവച്ചു. വീടുകളിൽ അമ്മമാരോട് പോയി, സഹോദരിമാരോട് പോയി, നിലമ്പൂരെ ജനങ്ങളോട് ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ഇതാണ്, ഞങ്ങളുടെ വേദന ഇതാണ്, ഞങ്ങളുടെ ദുഃഖം ഇതാണ്, ഞങ്ങളുടെ ആവശ്യം ഇതാണ്, ഒരു ദിവസം 700 രൂപയെങ്കിലും ഞങ്ങൾക്ക് പ്രതിഫലമായി തരാനുള്ള സന്മനസ്സുണ്ടാകണം, ഇത് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ കണ്ണുകൾ നിറയുന്ന അമ്മമാരെയും സഹോദരിമാരെയും നമ്മൾ നിങ്ങളുടെ വിഷ്വൽസിലൂടെ കണ്ടതാണ്. അപ്പോൾ ഈ സമരം ജനങ്ങളിൽ, പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചലനങ്ങൾ സ്വാധീനം ഭരിക്കുന്ന സർക്കാരിനെ വല്ലാതെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ചും ആർക്കും ഒരു സംശയവുമില്ല. ഒരു കാര്യം കൂടെ ശാലിമേ ഞാൻ പറയട്ടെ, ഈ വേദിയിൽ ഈ പ്ലാറ്റ്ഫോമിൽ പലവട്ടം പറഞ്ഞാണ്, ഇത് ശക്തമായ തിരിച്ചടി ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിന് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകും എന്ന കാര്യത്തിലും നമുക്ക് ആർക്കും സംശയിക്കേണ്ടതില്ല. കാരണം അത്ര ശക്തമായ ഭരണവിരുദ്ധ വികാരം ജനങ്ങളുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത് രാഷ്ട്രീയത്തിന് അതീതമായി എക്കാലവും ആളുകൾ സാഹചര്യങ്ങളെ വിലയിരുത്തി വോട്ട് ചെയ്യുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട്. അവരാരും ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ കക്ഷികളുടെ മുദ്രാവാക്യം കൊണ്ട് വോട്ട് ചെയ്യുന്നവരല്ല. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു കൂട്ടം വോട്ടർമാരാണ് ഏത് മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണ്ണയിക്കുന്നത്. അവരൊക്കെ വെറുത്തു കഴിഞ്ഞു. ഈ സർക്കാരുടെ ഇനി ഒരു നിമിഷം പോലും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇത്രയും ഹീനമായ സമീപനം. അതിനകത്ത് വളരെ പ്രധാനം ഈ ആശാവർക്കർമാരുടെ സമരം തന്നെയാണ്. ആ സമരത്തോട് ജോർജ്, നമുക്കറിയാം ഈ ആശമാരുടെ ഒക്കെ വിലാപങ്ങൾ, അവരുടെ സങ്കടങ്ങളാണ് നിലമ്പൂരിൽ അവർ ജനങ്ങളുമായി പങ്കുവെക്കാൻ പോയതെങ്കിലും അതിൻ്റെ ഒരു രാഷ്ട്രീയ മാനം, അതിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു ന്യായീകരണ വാദം അവർ ഉന്നയിക്കുന്നുണ്ടല്ലോ ഇടതുപക്ഷം. കാരണം തുടക്കഘട്ടത്തിൽ തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് എന്ന പ്രഖ്യാപനം വന്നു. പല ഘട്ടങ്ങളിലും ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ആ പരിസരത്ത് കൂടി പോയാൽ പോലും ഇത് കോൺഗ്രസിൻ്റെ സ്പോൺസേർഡ് സമരമാണ്
എന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. നിലമ്പൂരിൽ ആശമാർ വരുന്നു എന്ന് അറിഞ്ഞത് മുതലും സർക്കാർ അസ്വസ്ഥരായിരുന്നു, ഇടതുപക്ഷം അസ്വസ്ഥരായിരുന്നു. അപ്പോഴും ഈ ക്യാപ്സ്യൂൾ പുറത്തിറക്കുകയുണ്ടായി. ഇത് അവർ നിരന്തരമായി ഇറക്കിക്കൊണ്ടിരിക്കുന്ന 4 മാസമായി ഇറക്കിക്കൊണ്ടിരിക്കുന്ന ക്യാപ്സ്യൂൾ അല്ലേ? ഇതിനകത്ത് എന്ത് പുതുമയിരിക്കുന്നു? വലിയ നേതാക്കന്മാരായിട്ടുള്ള അവരുടെ വലിയ ബുദ്ധിജീവികളും ഉന്നത നേതാക്കന്മാരുമായ CPM-ന്റെ ഇളമര കരീമും പിന്നെ വിജയരാഘവനും ഒക്കെ ഇവരെ എത്രമാത്രം പരിഹസിക്കുകയും എത്രമാത്രം വേദനിപ്പിക്കുകയും ചെയ്ത കഥയൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതല്ലേ? അവിടെ പോകുമ്പോൾ പലരും ചായ കുടിക്കാനാണ് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത് എന്ന് പോലും പരിഹസിച്ച വിജയരാഘവനും അലമര കരീമും ഒക്കെ ആണല്ലോ ഇവിടുത്തെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ വക്താക്കളായി നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മള് ഒരു പുരാണത്തിലെ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട് ശാലിമേ, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന്. അതായത് LDF-നെതിരായി ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ഒരു സമവാക്യം നേരത്തെ ശാലിമ ഉപയോഗിച്ചതുപോലെ ക്യാപ്സ്യൂളുമായി കൊണ്ടു നടക്കുന്ന ഒരു സംഗതി ഇവിടെ പുതുമയൊന്നുമല്ല. ഇവിടെ അതുകൊണ്ടാണല്ലോ അവർ അവസാനത്തെ തുറപ്പിച്ചിട്ട് വരെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ പോലും വർഗീയതയാണ് എന്ന് അതെല്ലാം തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. ഒരു വശത്ത് PDP-യെ കടത്തിക്കൊണ്ട് മറ്റൊരു വശത്ത് ഈ വെൽഫെയർ പാർട്ടി വന്നിരിക്കുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്, വർഗീയവൽക്കരണമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിവേചിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ടെന്ന് ശാലിമയും നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരും ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ സമരത്തെ രാഷ്ട്രീയമായി കാണുന്നതിനകത്തൊന്നും ഒരു പുതുമയുമില്ല. കാരണം LDF-ന്റെയോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥികളുടെയോ പരാജയത്തിന് വഴിവെക്കുന്നതാണ് ഇവരുടെ ഈ പറയുന്ന നിലമ്പൂർ സന്ദർശനമെങ്കിൽ അതിനെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് അവർ സഹിക്കേ നിവർത്തിയുള്ളൂ. LDF-കാർ ഉൾക്കണ്ടെങ്കിലേ നിവർത്തിയുള്ളൂ. ഇവിടെ ഇപ്പൊ അവര് പറയുന്നുണ്ടല്ലോ ഇത് ഏതാണ്ട് 10-100 പേര് മാത്രം സമരം ചെയ്യുന്നതാണ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ കൂട്ടത്തിലുള്ള ആശാ വർക്കർമാരുടെ ബഹുഭൂരിപക്ഷം അവർ വോട്ട് ചെയ്യട്ടെ, അതിനെ ആരും തടസ്സപ്പെടുത്തുന്നില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശാലിമ, ഇവരാരും പോയി ചെന്ന് ആര്യാലു ഷൗക്കത്തിന് UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരൊറ്റ വീടുകളിൽ പോലും അവർ പോയി പറഞ്ഞിട്ടില്ല. അതിനെ പിന്നെ കൂട്ടി വായിക്കുന്നതിന് നമുക്ക് എങ്ങനെ തടയാനായി സാധിക്കും? അത് നമുക്ക് ഒരിക്കലും തടയാൻ സാധ്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുങ്ങിച്ചാവാൻ പോകുന്നവൻ വൈക്കോൽ തുരുമ്പ് കിട്ടിയാലും അതേ കയറി പിടിക്കുമെന്നുള്ള പഴഞ്ചൊല്ലിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇവർ ഇപ്പോൾ ഈ LDF-കാർ ഇപ്പോൾ നിലയില്ലാ കയത്തിൽ കിടന്ന് മുങ്ങുന്നത്. അതുകൊണ്ടാണ് അവരിപ്പോ പ്രതികാരം നീട്ടുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് 11:30 മണിക്ക് അവർ നടത്താൻ പോകുന്ന പ്രകടനത്തെ തടയാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ബോധപൂർവ്വം ഇപ്പൊ പരിശീലനം നടത്തിയിരിക്കുന്നത്. ഇതൊക്കെ നന്നായിട്ട് ശാലിമേ നമ്മുടെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനിയും 24 മണിക്കൂറേ ഉള്ളൂ. അതിന്റെ ഉദാഹരണം, അതിന്റെ പ്രതിഫലനമായി തീർച്ചയായും നാളെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അതിന് മറുപടി കൊടുക്കും. അത് അന്നേരവും ഇത് തന്നെ പറയണം, ആശാ വർക്കർമാർ വോട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് പരാജയപ്പെട്ട അല്ലെങ്കിൽ മറ്റേ സ്ഥാനാർത്ഥി ജയിച്ചതെന്നൊക്കെയുള്ള ക്യാപ്സ്യൂളുകളൊക്കെ ഇപ്പോഴേ അവരവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് താമസിയാതെ വിതരണം ചെയ്യും. അതിലൊന്നും ഇപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട. നിലമ്പൂരിലെ ജനങ്ങൾ ഈ ആശാ വർക്കർമാർ, നിലമ്പൂരും ഉണ്ടല്ലോ ആശാ വർക്കർമാർ, അവരുടെ യാതനകൾ കണ്ടവരാണല്ലോ അവിടെയുള്ള ആളുകൾ. അതുകൊണ്ട് ആ തരത്തിലുള്ള പ്രചാരണം കൊണ്ടൊന്നും ഈ സമരത്തെ തകർക്കാൻ കഴിയുമെന്ന് ഒരിക്കലും കരുതേണ്ടതില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.